രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ എൻ ശ്രീകുമാർ ഉണ്ട് നമ്മളോടൊപ്പം. ശ്രീകുമാർ സാർ, ഈ അൻവറിന്റെ കാര്യത്തിൽ ഇപ്പോൾ നേരത്തെ തന്നെ നമ്മളൊരു വാർത്ത കേട്ടതാണ് അൻവറിന് മുസ്ലിം ലീഗിൽ നിന്നൊരു ക്ഷണമുണ്ടെന്ന്. അന്ന് അദ്ദേഹം ഏതെങ്കിലും കൂടിക്കാഴ്ചയ്ക്കോ ചർച്ചയ്ക്കോ ഒന്നും തയ്യാറായില്ല. ഇന്ന് അദ്ദേഹം പി.കെ. കുഞ്ഞാലിക്കുട്ടിയെ കണ്ടിരിക്കുന്നു. ഇന്ന് അദ്ദേഹം പി.വി. അബ്ദുൽ വഹാബ് എം.പിയെ കണ്ടിരിക്കുന്നു. അതായത് ലീഗിനെ ഒരു മധ്യസ്ഥ റോളിൽ ഇട്ടുകൊണ്ട് ലീഗ് ഒരു അനുനയ ശ്രമം നടത്തിക്കൊണ്ട് UDFന്റെ ഭാഗമാകാം എന്ന കണക്കുകൂട്ടലിലാകുമോ അൻവർ ഈ നടത്തിയിട്ടുള്ള കൂടിക്കാഴ്ചകളൊക്കെ? ഇനി അൻവർ പറഞ്ഞ ഒരു വലിയ അതായത് VS ജോയിയെ സ്ഥാനാർത്ഥിയാക്കണം എന്ന നിർദ്ദേശം ഈ അൻവർ ഇടതുമുന്നണി വിട്ട് വന്ന ആ സമയത്ത് തന്നെ പറഞ്ഞതാണ്. അപ്പോഴത് വേണ്ട എന്ന് കോൺഗ്രസ് നേതൃത്വം തീരുമാനിക്കുന്നു, അല്ലെങ്കിൽ UDF തീരുമാനിക്കുന്നു. പകരം ആര്യാടൻ ഷൗക്കത്ത് സ്ഥാനാർത്ഥിയാകുന്നു. അങ്ങനെ ഒരു തീരുമാനം UDF എടുക്കുമ്പോൾ AICC നടത്തിയ ഒരു സർവേയിൽ പോലും VS ജോയിക്കായിരുന്നു അവിടെ മുൻതൂക്കം എന്ന് വിവരങ്ങളൊക്കെ നേരത്തെ വന്നിട്ടുണ്ട്. അപ്പോൾ AICCയുടെ തന്നെ സർവേയെ തള്ളിക്കൊണ്ട് UDF നേതൃത്വം അങ്ങനെ ഒരു തീരുമാനമെടുത്തു, അൻവറിന് വഴങ്ങണ്ട എന്ന ഒരു ധാരണയിന്മേൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു തീർച്ചപ്പെടുത്തലിന്മേൽ എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ലീഗുമായുള്ള കൂടിക്കാഴ്ചയുടെ രാഷ്ട്രീയം, അതോടൊപ്പം തന്നെ കോൺഗ്രസ് എടുത്തിരിക്കുന്ന നിലപാടുകൾക്ക് പിന്നിലെ ചേതോവികാരം എങ്ങനെ താങ്കൾ കാണും? നോക്കൂ ഗോപികൃഷ്ണൻ, ഇതിൽ രണ്ട് കാഴ്ചപ്പാടിൻ്റെ പ്രശ്നമുണ്ട്. ഒന്നാമത്തെ കാര്യം, അൻവറിന് വ്യക്തിപരമായ താല്പര്യങ്ങളും രാഷ്ട്രീയ ലക്ഷ്യമേ ഉള്ളൂ. കോൺഗ്രസിനും UDFനും അതല്ല. അവർക്ക് കേരളത്തിലെ 139 മണ്ഡലങ്ങളിലെ കാര്യങ്ങൾ നോക്കണം. അടുത്ത ഭരണത്തിൻ്റെ ഒരു ചവിട്ടുപടിയായിട്ട് നിലമ്പൂരിനെ കാണണം. മാത്രമല്ല ജനങ്ങളുടെ ആഗ്രഹങ്ങൾ മനസ്സിലാക്കണം. അൻവറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഒരു സങ്കുചിതമായ രാഷ്ട്രീയം മാത്രമേ ഉള്ളൂ. സങ്കുചിത രാഷ്ട്രീയം എന്ന് വെച്ചാൽ അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവന്ന പ്രശ്നം വളരെ വലുതാണ്, പക്ഷേ അത് അദ്ദേഹത്തിൻ്റേതായ രീതിയിൽ അദ്ദേഹം ഒതുക്കുകയാണ്. അതാണ് അവിടെ ഒരു പ്രശ്നം വന്നത്. ഇവിടെ ശ്രീ അൻവർ UDFൻ്റെ ഒപ്പം നിൽക്കാൻ ബാധ്യസ്ഥനാണ്. കാരണം അൻവർ ഉയർത്തിയത് പ്രാവർത്തികമാക്കണമെങ്കിൽ UDF അധികാരത്തിൽ വരണം, അല്ലെങ്കിൽ UDF നിലമ്പൂരിൽ ജയിക്കണം. അപ്പോൾ അൻവർ ധരിച്ചിട്ടുണ്ടാവുക നിലമ്പൂരിൽ ജയിക്കാനുള്ള കോൺഗ്രസിൻ്റെ ഒരു അത്യാർത്ഥിയിൽ താൻ പറയുന്നിടത്ത് കോൺഗ്രസ് വരുമെന്ന് അദ്ദേഹം ധരിച്ചു കാണും. പ്രത്യേകിച്ച് അൻവർ ഒരു പഴയ കോൺഗ്രസ്സുകാരനാണ്. അപ്പോൾ കോൺഗ്രസിൻ്റെ ഈ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരിക്കും. പക്ഷേ ഒരു തലമുറ മാറിപ്പോയി കോൺഗ്രസ്സിൽ. ഇന്ന് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലൊക്കെ വലിയ വലിയ സീനിയറായിട്ടുള്ള നേതാക്കളാണ് ഇരിക്കുന്നതെങ്കിലും അത് പ്രായോഗിക തലത്തിൽ വരുമ്പോൾ അവിടെ ജയസാധ്യതകളും അതുപോലുള്ള മറ്റ് സൂത്രങ്ങളും തന്ത്രങ്ങളും മെനയുന്നത് ഒരു കൂട്ടം ചെറുപ്പക്കാരാണ്. മറ്റു പാർട്ടികൾക്കില്ലാത്തൊരു സംവിധാനമാണത്. ഇപ്പോൾ CPMൽ തന്നെ DYFIക്ക് അങ്ങനെ ഒരു റോൾ എടുക്കാൻ പറ്റില്ല. ഇവിടെ യൂത്ത് കോൺഗ്രസ് അങ്ങനെ ഒരു റോൾ എടുക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് അൻവർ ഉദ്ദേശിച്ച രീതിയിൽ നിന്ന് രാഷ്ട്രീയം മാറിപ്പോയി. അപ്പോൾ അൻവറിൻ്റെ ആ ഒരു കൈവിട്ടുപോയ ഒരു രാഷ്ട്രീയം തിരികെ പിടിക്കാൻ അദ്ദേഹത്തിന് ഇപ്പോൾ ലീഗിൻ്റെ സഹായം വേണ്ടി വന്നു. അദ്ദേഹം ഇന്നലെ പറഞ്ഞൊരു വാക്കുണ്ട്, അദ്ദേഹത്തെ ചോദിക്കാതെ തന്നെ അദ്ദേഹം പറഞ്ഞാണ് പാണക്കാട് തങ്ങളും കുഞ്ഞാലിക്കുട്ടിയുമായിട്ടുള്ള ബന്ധവും അവരുടെ രാഷ്ട്രീയമായ അവരുടെ ഇടപെടലൊക്കെ അത് കൃത്യമായിട്ട് ഇന്ന് രാവിലെ അദ്ദേഹം കുഞ്ഞാലിക്കുട്ടിയെ പോയി കാണുകയും ചെയ്തു. ലീഗുമായിട്ടുള്ള ചർച്ച നടത്തുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിൽ കോൺഗ്രസിൻ്റെ ഒപ്പമാണ് ലീഗ് നേതൃത്വം. കാരണം സാധാരണഗതിയിൽ UDFൽ തർക്കം വരാറുണ്ട്, പക്ഷേ ഇവിടെ തർക്കം വന്നിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ലീഗുമായിട്ടും കേരള കോൺഗ്രസുമായിട്ടും അതുപോലെയുള്ള മറ്റ് RSP ഉൾപ്പെടെ ഘടകകക്ഷികളുമായിട്ടും ആലോചിച്ചിട്ടാണ് കോൺഗ്രസ് അവിടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ അവിടെ ലീഗിന് വേറൊരു ശബ്ദം അവിടെ ഉയർത്താൻ കഴിയില്ല. അപ്പോൾ അൻവർ ലീഗ് നേതാക്കളുമായി സംസാരിക്കുമ്പോൾ നല്ല രീതിയിൽ കോൺഗ്രസുമായിട്ട് യോജിച്ച് പോവുക എന്ന് ഉപദേശിക്കാനേ അവർക്ക് കഴിയുള്ളൂ. അതുകൊണ്ടാണ് അൻവറിൻ്റെ ഭാഷയിലും അദ്ദേഹത്തിൻ്റെ സംസാരത്തിലും വലിയ മാറ്റം വന്നിട്ടുണ്ട്. ആ മാറ്റം എന്ന് പറയുന്നത് അദ്ദേഹം പറഞ്ഞത്, ഇന്ന് ഉച്ചയ്ക്ക് അദ്ദേഹം പറഞ്ഞത് വളരെ സിമ്പിളായ ഒരു കാര്യം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഇതൊരു വലിയ പ്രശ്നമല്ല. ഇതൊരു വലിയ പ്രശ്നമാക്കിയത് എന്താണെന്ന് വെച്ചാൽ നേരത്തെ ഗോപികൃഷ്ണൻ്റെ തുടക്കത്തിൽ പറഞ്ഞ പോലെ അൻവറിനെ ഒരു വാർത്താതാരമായി അവതരിപ്പിക്കുകയാണ്. അപ്പോൾ അൻവറിനെ ഒരു വാർത്താതാരമാക്കിക്കൊണ്ട് അൻവറിനെ കേന്ദ്ര ബിന്ദുവാക്കിക്കൊണ്ട് നിലമ്പൂർ തിരഞ്ഞെടുപ്പ് നമ്മൾ വിവരിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ അവിടെ UDFലെ പ്രശ്നങ്ങളെന്ന് പറയുകയാണ്. അൻവർ UDFൽ പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല, UDFലെ ഘടകകക്ഷികളും പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. അൻവറിന്റെ നിലപാട് പറയുമ്പോൾ അത് കൂട്ടിക്കെട്ടുകയാണ്. അതൊരു തന്ത്രമായിട്ട്. അതായത് ശ്രീകുമാർ സാർ, എന്തുകൊണ്ടാണ് PV അൻവറിനെ വാർത്താ തലക്കെട്ടുകളിൽ അല്ലെങ്കിൽ വാർത്തയിൽ ഒരു താരമായി അവതരിപ്പിക്കുന്നത്? ഇപ്പോൾ അതിനൊരു ഉദാഹരണം, 2016 അൻവർ നേടിയ 11,504 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലെ വിജയം. അതിനുശേഷം അൻവർ ഒരു ഒറ്റയാനെ പോലെ നടത്തിയിട്ടുള്ള ഇടപെടലുകൾ, പിന്നീട് പിണറായിയുമായി തെറ്റിപ്പിരിഞ്ഞ് ഇടതുമുന്നണി വിട്ടുവന്ന് പിണറായിസത്തിനെതിരെ നിലപാട് സ്വീകരിക്കുമെന്ന പരസ്യ പ്രഖ്യാപനം, പിന്നെ നടന്നിട്ടുള്ള കൺവെൻഷൻ, അതുമായി ബന്ധപ്പെട്ട അൻവർ ആ ഘട്ടങ്ങളിലൊക്കെ ഈ ഒരു സ്പോയിലറായി, അതായത് ഇടതുമുന്നണിയെ
ദുർബലപ്പെടുത്തുന്ന, അവർക്ക് പരാജയം സമ്മാനിക്കുന്ന ഒരു സ്പോയിലറായി PV അൻവറിന്റെ സാന്നിധ്യം ആ മണ്ഡലത്തിൽ മാറുമോ എന്നതായിരുന്നു യഥാർത്ഥത്തിൽ ഈ വാർത്തയുടെയൊക്കെ കേന്ദ്രബിന്ദു. മാത്രമല്ല, അൻവർ ആ ഘട്ടത്തിൽ ഉയർത്തിയിരുന്ന ഈ സർക്കാരിനെതിരെ ഉയർത്തിയിട്ടുള്ള ആരോപണങ്ങൾ, അതിൻ്റെ ഭാഗമായി ഉയർന്നു വന്ന രാഷ്ട്രീയ പ്രതികരണങ്ങൾ, അതിനെ തുടർന്നുണ്ടായ വിവാദങ്ങൾ ഒക്കെ ശ്രീകുമാർ സാറിന് ഓർമ്മയില്ലേ? അപ്പോൾ ഈ പശ്ചാത്തലത്തിൽ, ഈ സാഹചര്യത്തിലാണ് ഒരു വാർത്താ താരമായി അൻവർ മാറുന്നതും. നിലമ്പൂരിൽ ഇപ്പോഴും അൻവറിൻ്റെ പ്രശ്നം, ഇപ്പം ഞാൻ പറയാം, താങ്കൾ പറഞ്ഞല്ലോ ലീഗിന് ഈ കാര്യത്തിൽ കോൺഗ്രസിൻ്റെ നിലപാടിനൊപ്പമേ നിൽക്കാൻ കഴിയും. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് ശ്രീകുമാർ സാർ, ലീഗിനകത്തും അൻവറിൻ്റെ കാര്യത്തിൽ രണ്ടഭിപ്രായം ഉണ്ടെന്നാണ്. അങ്ങനെ അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് PK കുഞ്ഞാലിക്കുട്ടിയെ കണ്ട ശേഷം അബ്ദുൾ വഹാബിനെ പോയി അൻവർ കാണുന്നത്? അതായത് സ്വീകരിക്കാൻ കഴിയില്ലെങ്കിലും അൻവറിനെ പിണക്കരുത്, പിണക്കാതെ നോക്കണം. കാരണം ഈ തെരഞ്ഞെടുപ്പിൽ ഒരു സ്പോയിലറായി ഒരുപക്ഷെ അൻവർ മാറിയേക്കാം എന്ന തോന്നൽ ലീഗിനെ കൂടി ഭരിക്കുന്നുണ്ട് എന്ന് നമുക്ക് കരുതിക്കൂടെ ശ്രീകുമാർ സാർ? അതുകൊണ്ടല്ലേ ഇവർ പിണക്കാതെ അൻവറിനെ സൂക്ഷിച്ചു നിർത്തുന്നത്? അതായത് അൻവറിനെ ഒരിക്കലും UDF പിണക്കാൻ പാടില്ല. കാരണം ഒരു ഉപതെരഞ്ഞെടുപ്പിൽ 100 വോട്ടാണെങ്കിലും 10 വോട്ടാണെങ്കിലും വലിയ വിലയുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഏത് ഘടകമാണെങ്കിലും അതൊരു കമ്മ്യൂണിസ്റ്റ് ശൈലിയാണ്. ഒരാളെ പോലും തിരഞ്ഞെടുപ്പ് കാലത്ത് പിണക്കാൻ പാടില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അൻവർ ലീഗ് നേതൃത്വമായി ചർച്ച ചെയ്യുമ്പോൾ സൗഹാർദ്ദപരമായ ചർച്ചകൾക്കായി അദ്ദേഹം പല നേതാക്കളെയും കണ്ടിട്ടുണ്ടാകാം. കാരണം അൻവർ മലപ്പുറത്തുകാരനാണ്, അൻവർ ലീഗ് നേതാക്കളുമായിട്ട് ബന്ധമുള്ള ആളാണ്, അൻവർ കോൺഗ്രസുമായിട്ട് ബന്ധമുള്ള ആളാണ്, അൻവർ CPMലെ നേതാക്കളുമായിട്ട് ഇപ്പോഴും അടുപ്പം പുലർത്തുന്ന ഒരാളാണ്. പക്ഷേ ചർച്ചയിലേക്ക് അൻവർ വരികയും അൻവറിൻ്റെ നിഗമനങ്ങൾ തെറ്റിപ്പോയി ഗോപികൃഷ്ണൻ. കാരണം അൻവർ വിചാരിച്ചത് അൻവർ പിടിച്ചെടുത്ത് അവിടെ UDF നിലമ്പൂരിൽ വരുന്നതാണ്. പക്ഷേ UDF എന്ന് പറയുന്ന വലിയ വ്യാപ്തിയുള്ളൊരു, നേരത്തെ ജിൻഡോ പറഞ്ഞൊരു സംവിധാനമല്ലേ, അവർക്ക് അങ്ങനെ നിലമ്പൂർ മാത്രമായിട്ട് ഒതുങ്ങാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് അൻവറിൻ്റെ വിഷയത്തിലേക്ക് വരുമ്പോൾ അൻവറിനെ കൂട്ടിക്കെട്ടുന്ന കാര്യത്തിലേക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യം വന്നത്. അൻവർ ഇതുവരെ ചെയ്ത കാര്യങ്ങളൊക്കെ അൻവർ തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്, വേറെ ആരുമല്ല. അൻവർ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവാണ്, 2 ദിവസം 1 ദിവസം എന്നൊക്കെ പറഞ്ഞ് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അവസാനം അദ്ദേഹം എത്തുന്ന സ്ഥലം UDF തന്നെ ആയിരിക്കും. അല്ലെങ്കിൽ അൻവറിൻ്റെ ലക്ഷ്യം സാക്ഷാത്കരിക്കപ്പെടുന്നില്ലെന്ന് മാത്രമല്ല, അൻവർ ഉയർത്തിയ മുദ്രാവാക്യം ജനഹിതമല്ലെന്ന് ബോധ്യപ്പെടും, അൻവർ ഉയർത്തിയ മുദ്രാവാക്യം പ്രസക്തമല്ലെന്ന് ബോധ്യപ്പെടും. അവിടെയാണ് ഇന്ന് ഗോവിന്ദ മാഷ്ട പ്രസ്താവന നമ്മൾ കാണേണ്ടത്. ഗോവിന്ദ മാഷ്ട എന്താണ് പറഞ്ഞത്? ഒരു പൊതുസമ്മതനായ സ്ഥാനാർത്ഥിയെ നിർത്തുമെന്ന് പറഞ്ഞു. അപ്പോൾ പൊതുസമ്മതനായ സ്ഥാനാർത്ഥി എന്ന് പറയുമ്പോൾ അൻവർ മത്സരിക്കുമോ? UDFൻ്റെ സ്ഥാനാർത്ഥി ഷൗക്കത്ത് വന്നു, ഇനി അൻവർ മത്സരിക്കുമോ? അത് കഴിഞ്ഞ് വേറൊരാൾ BJPയുടെ ആര് വരും? ഇതെല്ലാം കണ്ടുകൊണ്ടുള്ള ഒരു സ്വാർത്ഥ താല്പര്യ ചിന്ത. അതിൽ ജാതിയാകാം, മതമാകാം, ഒക്കെ വന്നേക്കാം. പക്ഷേ ഗോവിന്ദ മാഷ് ഒരു പാർട്ടിക്കാരൻ മത്സരിക്കുന്നു പറഞ്ഞില്ലല്ലോ. പൊതുസമ്മേളനം എന്ന് പറയുമ്പോൾ ഒരു പാർട്ടി നേതാവാണ് മത്സരിക്കുക എന്ന് പറഞ്ഞില്ലല്ലോ. അത് ഇവിടെ നേരത്തെ തൃക്കാക്കരയിൽ പറഞ്ഞത് പൊതുസമ്മതനം എന്നാണ് പറഞ്ഞത്, തോറ്റുപോയി. പാലക്കാട് ഒരു സരിനെ പിടിച്ച് നിർത്തിയപ്പോൾ പറഞ്ഞത് കോൺഗ്രസിൽ നിന്ന് അവിടുത്തെ കൊള്ളരുതായ്മകൾ വിളിച്ചു പറഞ്ഞ് പുറത്തു വന്ന പൊതുസമ്മതനം എന്നാണ് പറഞ്ഞത്, ജനം തള്ളിക്കളഞ്ഞു. ഇവിടെ പൊതുസമ്മതനം എന്ന് പറയുമ്പോൾ ഈ പാർട്ടി സ്ഥാനാർത്ഥി എവിടെ ഗോപികൃഷ്ണൻ? ഞങ്ങളുടെ സ്ഥാനാർത്ഥി ഒരു പാർട്ടിക്കാരനാകും എന്ന് പറയാൻ എന്താ അവർക്ക് മടി? കേരളം ഭരിക്കുന്ന പാർട്ടിയാണ്. 1967 പാർട്ടി പിളർന്ന ശേഷം CPIയെ പിന്നിലാക്കി വളർന്നൊരു പാർട്ടിയാണ്. ഇപ്പോഴും സ്വന്തമായിട്ട് ഒരു സ്ഥാനാർത്ഥി എന്ന് പറയാനുള്ള ആർജവുമില്ല. അപ്പോൾ കാത്തിരിക്കുകയാണ് അവർ. എങ്ങനെ? അതായത് മറ്റുള്ളവരുടെയൊക്കെ സ്ഥാനാർത്ഥി വന്നതിന് ശേഷം നോക്കൂ ഗോപികൃഷ്ണൻ, ഭരിക്കുന്ന പാർട്ടി 8-9 വർഷം ഭരിച്ച പാർട്ടി, ആ ഭരണ മികവിൻ്റെ അടിസ്ഥാനത്തിൽ ഇതാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥി, ഞങ്ങളുടെ സെക്രട്ടേറിയറ്റ് മെമ്പർ, അല്ല ഞങ്ങളുടെ ജില്ലാ കമ്മിറ്റി മെമ്പർ, അല്ല ഞങ്ങളുടെ വനിതാ നേതാവ്, അല്ല ഞങ്ങളുടെ യുവജന നേതാവ്. അത് പൊതുസമ്മേളനം എന്ന് വെച്ചാൽ എന്തെനിക്ക് മനസ്സിലാവുന്നില്ല. മറ്റേ ആര്യാണ ഷൗക്കത്ത് പൊതുസമ്മേളനമല്ലേ? സാംസ്കാരിക സാമൂഹ്യ രാഷ്ട്രീയ മണ്ഡലങ്ങളുടെ അദ്ദേഹം ഉണ്ടല്ലോ, പൊതുസമ്മേളനമല്ലേ? PV അൻവറും പൊതുസമ്മേളനമല്ലേ? ആരെ പൊതുസമ്മതൻ? എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരും പൊതുസമ്മതരാണ്. അല്ലാണ്ട് രാഷ്ട്രീയത്തിലെ വ്യത്യാസമുള്ളൂ. CPM മത്സരിക്കുമ്പോൾ അരിവാൾ ചുറ്റിയെ കൊടുക്കുമോ അതോ വേറെ ഏതെങ്കിലും ചിഹ്നം കൊടുക്കുമോ എന്ന് വരുമ്പോഴാണ് പാർട്ടി അല്ലാതാവുന്നത്. അപ്പോഴും പൊതുസമ്മതനാവുന്ന LDFൻ്റെ സ്ഥാനാർത്ഥിയിട്ടേ വരുന്നുള്ളൂ. രാഷ്ട്രീയത്തിലെ സ്ഥാനാർത്ഥിയെ പൊതുസമ്മതനെന്ന് CPM ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ അർത്ഥം എനിക്ക് ഇന്നേ വരെ മനസ്സിലായിട്ടില്ല. അവർക്ക് അവരുടേതായ ഒരു കാഴ്ചപ്പാട് ഇതുവരെ അവിടെ നിലമ്പൂരിൽ കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. നിങ്ങൾ പക്ഷേ ചർച്ചയാക്കാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അൻവർ ഉയർത്തുന്ന ഒരു കാഴ്ചപ്പാടാണ്. ശരിക്കും 2 ദിവസമായിട്ട് കേരളം ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം ഒരു പാർട്ടി പ്രതിക്കൂട്ടി നിൽക്കുകയാണ് ഗോപികൃഷ്ണൻ. ഒരു സഹകരണ ബാങ്ക് പ്രശ്നത്തിൽ 3 സെക്രട്ടറിമാർ പ്രതികളായി നിൽക്കുകയാണ്. കേരളം ചർച്ച ചെയ്യുന്നില്ല. ചർച്ച ചെയ്തൊരു അൻവർ വിഷയമാണ്. അത് അൻവർ തന്നെ പറയുന്നുണ്ട്, കാത്തിരിക്കൂ. പക്ഷേ നമ്മളപ്പോഴും അൻവറിനെ കൂട്ടിക്കെട്ടി UDFിലെ പ്രശ്നങ്ങളെന്നാണ് പറയുന്നത്. UDFിൽ എവിടെയാണ് പ്രശ്നം? കോൺഗ്രസിലെ പ്രശ്നമുണ്ടോ? ലീഗിൽ പ്രശ്നമുണ്ടോ?
VS ജോയി പരസ്യമായി എതിർപ്പ് പറഞ്ഞു. ശ്രീകുമാർ സാർ, അതായത് UDF-ലെ പ്രശ്നം അല്ല, UDF-ലെ പ്രശ്നം ഇല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അൻവറിന്റെ കാര്യത്തിൽ ഒരു ക്രിസ്റ്റൽ ക്ലിയർ നിലപാട് പറയാത്തത്? ഇപ്പോൾ കെ സുധാകരൻ പറയുന്നു UDF-ന്റെ ഭാഗമാകും PV അൻവർ. PD സതീശൻ പറയുന്നു അൻവറാണ് തീരുമാനിക്കേണ്ടത്. PT ബൽറാം പറയുന്നു മര്യാദയ്ക്കാണെങ്കിൽ അയാളെ കൂടി കൂട്ടി, മര്യാദയ്ക്കല്ലെങ്കിൽ അദ്ദേഹത്തിനെ കൂടി പരാജയപ്പെടുത്തി. ഈ എന്ത് ഐക്യമുണ്ട് UDF-നകത്താണ്? ഇപ്പോൾ ലീഗിനകത്ത് PK കുഞ്ഞാലിക്കുട്ടിക്ക് ഒരു അഭിപ്രായം, PV അബ്ദുൽ വഹാബിന് വേറൊരു അഭിപ്രായം. അതായത് അൻവറിന്റെ കാര്യത്തിൽ ലീഗിനകത്തും കോൺഗ്രസിനകത്തും ഒക്കെ ഭിന്നാഭിപ്രായങ്ങളുണ്ട്. അതുകൊണ്ടാണ് അൻവറിന്റെ കാര്യത്തിൽ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടൊരു നിലപാട് പറയാനോ സ്വീകരിക്കാനോ UDF-ന് കഴിയാതെ പോകുന്നത്. അതിലെ സത്യം ശ്രീകുമാർ സാർ. പിന്നെ പറഞ്ഞത് ശരിയാണ് താങ്കൾ, ഇടതുമുന്നണിക്ക് എന്തുകൊണ്ടാണ് CPM ഒരു പാർട്ടി സ്ഥാനാർത്ഥിയെ നിർത്താത്തത്? അതൊരു ചോദ്യമാണ്. പൊതുസമ്മതൻ എന്ന് പറഞ്ഞാൽ അത് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതും ഒരു ചോദ്യമാണ്. പ്രകാശ മാസ്റ്റർ ഉണ്ടായിരുന്നു മറുപടി പറയാൻ. പക്ഷേ ഈ ഭാഗം ഒന്ന് താങ്കൾ പറയൂ. UDF-നകത്ത് അങ്ങനെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഒരു നിലപാടുണ്ടോ അൻവറിന്റെ കാര്യത്തിൽ? നോക്കൂ, അൻവർ ഒരു പ്രശ്നം ഉണ്ടാക്കുകയല്ലേ. UDF-ന്റെ പുറത്ത് നിൽക്കുന്ന UDF-ആയിട്ട് അസോസിയേറ്റ് ചെയ്ത് RMPയെ പോലെ പ്രവർത്തിക്കാം എന്ന് പറഞ്ഞ അൻവർ ഒരു പ്രശ്നം ഉണ്ടാക്കുകയാണ്. അദ്ദേഹം ഓരോ ദിവസം ചർച്ചകൾ ഉണ്ടാക്കുകയാണ്. ആ ചർച്ചകൾക്ക് മറുപടി പറയേണ്ട ബാധ്യത ഒരുപക്ഷേ UDF നേതാക്കൾക്ക് വന്നേക്കാം, ജിൻഡോയെ പോലുള്ള കോൺഗ്രസ് വക്താക്കൾക്കും വന്നേക്കാം. പക്ഷേ ലീഗിൽ രണ്ടഭിപ്രായം ഉണ്ടെന്ന് ഗോപികൃഷ്ണൻ്റെ നിഗമനമാണ്. വഹാബ് പരസ്യമായിട്ട് പറഞ്ഞിട്ടില്ല, കുഞ്ഞാലിക്കുട്ടി മധ്യസ്ഥ സ്ഥാനത്ത് ഇല്ലെന്നാണ് നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തത്. പക്ഷേ ഇതെന്ന് വെച്ചാൽ ഒരു പ്രശ്നം വരുമ്പോൾ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് CPM-ൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥി CPM-ൻ്റെ കൊള്ളരുതായ്മയ്ക്കെതിരെ പുറത്തു വന്നിട്ട് അദ്ദേഹം ഒരു കാര്യം പറയുമ്പോൾ ആ കാര്യത്തിൻ്റെ ആ ലക്ഷ്യത്തിലേക്ക് മറ്റൊരു മുന്നണി പോകുമ്പോൾ ആ മുന്നണി ഞാൻ വിചാരിക്കുന്നത് പോലെ വരട്ടെ എന്നൊരു ചിന്ത അൻവറിനെ എങ്ങനെയോ ബാധിച്ചു. അതായത് മുസ്ലിം ലീഗിനെ ഒരു മധ്യസ്ഥന്റെ റോളിലേക്ക് ഇട്ട് ഈ പ്രശ്നത്തിന് പരിഹാരം കാണുക എന്നതാണ് കുഞ്ഞാലിക്കുട്ടിയുമായുള്ള സന്ദർശനം കൊണ്ട് അൻവർ ഉദ്ദേശിക്കുന്നതെങ്കിൽ പിന്നെ അബ്ദുൽ വഹാബിനെ കാണേണ്ട കാര്യമുണ്ടോ? ഞാൻ ആദ്യം പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ വ്യക്തിബന്ധം അദ്ദേഹം ഒരുപക്ഷെ അത് കണക്കാക്കിയിട്ടായിരിക്കും അവരെ സന്ദർശിക്കുന്നത്. നോക്കൂ, അൻവറിൻ്റെ മുമ്പിൽ ഇപ്പോൾ ഒരു വിഷയമേ ഉള്ളൂ. എന്താണ്? ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കപ്പെടണം, ഇലയ്ക്കും മുള്ളിനും കേടുവരാതെ എന്ന് വെച്ചാൽ അൻവറിൻ്റെ ആ ഒരു അഭിമാനം നിലനിർത്തണം. ഒപ്പം തന്നെ UDF-ൻ്റെ കീഴടങ്ങിയെന്ന് വരാനും പാടില്ല. ഈ ഒരു ചിന്തയാണ് ഇപ്പോൾ അൻവറിനെ പിടികൂടിയിരിക്കുന്നത്. അതുകൊണ്ട് അൻവർ എടുക്കാവുന്ന ഒരു തീരുമാനം എന്താണെന്ന് വെച്ചാൽ ലീഗ് നേതാക്കളുമായിട്ടും UDF-ൻ്റെ എൻ്റെ സുഹൃത്തുക്കളുമായിട്ടും ചർച്ച ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനൊരു നിഗമനത്തിലെത്തി. ഇപ്പോഴത്തെ എൻ്റെ ആവശ്യത്തിനൊപ്പം UDF നിൽക്കുന്നു. എപ്പോഴത്തെ എൻ്റെ ആവശ്യം എന്ന് പറയുന്നത് അദ്ദേഹം പറയുന്നത് കേട്ടോ, പിണറായിസം എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ശൈലിയാണ്. പിണറായിസത്തിനെതിരായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ശൈലിക്ക് ഒരു യാഥാർത്ഥ്യമാകണമെങ്കിൽ, ഫലപ്രദമാകണമെങ്കിൽ ഇപ്പോൾ UDF-ൻ്റെ ഒപ്പം നിൽക്കണം. ബാക്കി കാര്യങ്ങൾ പിന്നീട് എന്ന നിലയിലേക്ക്. ശരി ശ്രീകുമാർ സാർ, ഞാൻ